4 പുറം മനയായിരുന്നു. അപ്പൊ അതിന് അങ്ങനെ ഈ കാട്ടുജാതിക്കാരെ ആയുധം കല്ലുങ്ങളിൽ രാവി. അപ്പൊ ചോര രക്തം വന്നു. അതിൽ പേടിച്ച നിലവിളിച്ചു. ഈ നിലവിളിച്ച 4 വകി അലച്ചു ഈ ശബ്ദം. അതുകൊണ്ട് ഇവിടെ നിലവിളിക്കുന്ന പേര്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് ഇവിടെ നിലവിളിക്കുന്ന് പറഞ്ഞ മംഗലാകുന്നൊരു സ്ഥലമുണ്ട്. ആ നിലവിളിക്കുന്ന് വരാൻ പേര് കാരണമായ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്, ഒരു ശിവക്ഷേത്രം. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ചരിത്രം ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താറ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് മംഗലാകുന്ന് ആനത്തറവാടക്കുള്ള മംഗലാകുന്ന്. ആ മംഗലാകുന്നത്തിന് കുറച്ച് ദൂരമുള്ളൂ ഇവിടേക്ക്, ഈ ക്ഷേത്രത്തിലേക്ക്. ഒരു നിലവിളിക്കുന്ന് ശിവക്ഷേത്രം പറയും. അപ്പൊ ഞാൻ അതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഓക്കെ. ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ മംഗലാംകുന്നിൽ 1/2 കിലോമീറ്റർ ദൂരത്തിനുള്ളിലുള്ള നിലവിളിക്കുന്ന് ശിവക്ഷേത്രം. ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലവും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും നിലവിളിക്കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. പേരിനു പിന്നിലെ കഥയൊന്നും അറിയില്ലെങ്കിലും രാത്രികാലങ്ങളിൽ ഇതിലെ സഞ്ചരിക്കുന്നവർക്ക് ഉള്ളിലൊരു ഭയമുണർത്തുന്ന സ്ഥലമായിരുന്നു ഇത്. പണ്ട് ഇവിടം കൊടും കാടായിരുന്നു. കാട്ടുജാതിക്കാർ ഇവിടെ ആടുകളെ മേയ്ക്കാൻ വരിക പതിവായിരുന്നുവെന്നും ഒരിക്കൽ ആട് മേയ്ക്കാൻ വരുമ്പോൾ അരിവാൾ ഒരു കല്ലിൽ ഉരച്ചപ്പോൾ ആ കല്ലിൽ നിന്നും ചോര പിടിഞ്ഞ് അവർ ഉച്ചത്തിൽ അലറിക്കരഞ്ഞുവത്രേ. 4 പാടും ചിതറുമാർ ഉച്ചത്തിലായിരുന്നു ആ ശബ്ദം. അതുകൊണ്ടാണത്രേ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലവും അതിനു ചുറ്റും നിലവിളിക്കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കം തെളിയിക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഭഗവാൻ കൂടെ നിന്ന് സാധിച്ചു തരാറുണ്ട് എന്ന് ഭക്തർ പറയുന്നു. ഉപദേവന്മാരായി ഗണപതിയും അയ്യപ്പനും പുറത്തായി നാഗപ്രതിഷ്ഠയുമുണ്ട്. തപസ്സിരിക്കുന്ന ശിവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വലിയ വാദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാറില്ല. യടവമാസം ഉത്രം നാളിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കാറുണ്ട്. രാവിലെയും വൈകുന്നേരത്തും നിത്യപൂജയുണ്ട്. വിളക്ക്, മാല, ധാര, കെടാവിളക്ക്, പായസം എന്നിവയാണ് പ്രധാന വഴിപാട്. ഇവിടെ ധാര കഴിക്കുന്നത് ആയുസ്സാരോഗ്യ സൗഖ്യത്തിന് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള വാര്യർമാരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം. ഈ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാനും മറക്കരുത്. 4 പുറം മനയായിരുന്നു. അപ്പൊ അതിന് അങ്ങനെ ഈ കാട്ടുജാതിക്കാരെ ആയുധം കല്ലുങ്ങളിൽ രാവി. അപ്പൊ ചോര രക്തം വന്നു. അതിൽ പേടിച്ച നിലവിളിച്ചു. ഈ നിലവിളിച്ച 4 വകി അലച്ചു ഈ ശബ്ദം. അതുകൊണ്ട് ഇവിടെ നിലവിളിക്കുന്ന പേര് വന്നു. അങ്ങനെയാണ് ഐതിഹ്യം പറയണത്. പിന്നെ ഇവിടെ പ്രതിഷ്ഠാ ദിനം, പിന്നെ പ്രദോഷം, ശിവരാത്രി ഇതൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. തപസ്സിരിക്കുന്ന ശിവനാണ് അവിടെ. അതുകൊണ്ട് തന്നെ വാദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പൂജയ്ക്കുള്ള വാദ്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ ഉപയോഗിക്കില്ല. തപസ്സിരിക്കുന്ന ആളാണ് അതുകൊണ്ട്. പിന്നെ ഭാര്യമാരുടെ അമ്പലമാണ്. എത്ര വർഷം പഴക്കമുണ്ട് ഏകദേശം? ഇതിപ്പോ എന്റെ കണക്ക് എനിക്കൊന്നും ഓർമ്മയില്ല. അത്രയും പഴക്കമുണ്ട്. അതല്ല, ഏകദേശം പറയപ്പെടുന്നമാരായിട്ടുള്ള അത്രയും പഴക്കമുണ്ടാവും. പഴക്കമുണ്ടല്ലേ? പൂജ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്താ? പ്രധാന വഴിപാട് വിളക്ക്, മാല, ധാര, കടാവിളക്ക്, പായസം, പൂജാദികൾ തന്നെയാണ് കാര്യമായിട്ട് പോണത്. ആവശ്യങ്ങൾ നടക്കാൻ ചില ആൾക്കാർ കാര്യമായിട്ട് ഓരോ അമ്പലത്തിനോട് പ്രത്യേകത ഉണ്ടല്ലോ. ഈ അമ്പലത്തിൽ നിറവേറിപ്പോണ്ട് ആൾക്കാർ പറയണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയായിട്ട് ആളുകൾ ദിവസം പൂജയാണ് അധികം കഴിച്ചത്. ദിവസം പൂജ കഴിക്കുക, അങ്ങനെയാണ്. ഈ ധാരക്കൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട്. പിന്നെ
ശ്രീരുദ്രാര പ്രധാനമാണ്. അത് എന്തിനു വേണ്ടിട്ടാ? ആയുർവേദ സൗഖ്യത്തിന് വേണ്ടിട്ട്. പിന്നെ മാസത്തിൽ 2 പ്രദോഷം, 30 തിങ്കളാഴ്ച, പിന്നെ വാരം കഴിക്കാൻ തുടങ്ങിയല്ലോ. വാരം മാസത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചാലേ. പിന്നെ പ്രത്യേകത വീട് ഐശ്വര്യത്തിന് വേണ്ടിട്ട് വാരം കഴിക്കണത്. ഇവിടെ രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 6 മണിക്ക്, വൈകുന്നേരം 5:30 തുറക്കും. രാവിലെ എത്ര മണി വരെ ഉണ്ടാവും? 8 വരെ. 8 വരെ. വൈകുന്നേരം 6, 6:45, 7 മണി അടയ്ക്കും. അടയ്ക്കൂല്ലേ? പിന്നെ മാസം 2 പ്രദോഷം, 30 തിങ്കളാഴ്ചയൊക്കെ നല്ല തിരക്കുണ്ടാവും. പിന്നെ ശിവരാത്രി, സ്വാധീനം, ഇതൊക്കെ കാര്യമായിട്ടുള്ളൂ. അതാണ് മെയിൻ. തിരക്കും ബഹളവും ഇല്ല. നല്ല വിശ്വാസം, നല്ല ശക്തിയുള്ള ഭഗവാൻ. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സമാധാനം ഉണ്ട്, കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അല്ലേ? എപ്പോഴും വരും അവിടെ? എല്ലാ മാസവും ഞങ്ങൾ വരും. ഗ്യാങ്ങുണ്ട്. സന്തോഷം. എല്ലാ മാസവും വരാറുണ്ട്. പിന്നെ വരാൻ പറ്റുന്ന സമയത്ത് എപ്പോഴും വരും. എല്ലാ 30 തിങ്കളാഴ്ച വരാറുണ്ട്. പിന്നെ നമുക്കൊരു ശാന്തത, ഈ ഒരു അമ്പലത്തിൽ വന്നാലാണ് നമുക്കൊരു ശാന്തതയായിട്ട് ഉള്ളൊരു പ്രതീതി കിട്ടുന്നത്. അത്ര വല്ലാതെ ഐതിഹ്യം അറിയില്ല. ഉള്ള ഐതിഹ്യം വെച്ചിട്ടാണ് ഇപ്പൊ. 30 തിങ്കളാഴ്ച, പ്രദോഷം, മഹാശിവരാത്രി എന്നീ ദിവസങ്ങളിലൊക്കെ നല്ല ഭക്തജന തിരക്ക് ഉണ്ടാവുന്നതാണ്. തുടർന്ന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന് ഉണ്ടാവണമെന്ന് ഞങ്ങൾ എല്ലാ ഭക്തജനങ്ങളെ അറിയിക്കുന്നു. പ്രദോഷം 30 തിങ്കളാഴ്ചയ്ക്ക് വരും. വിശ്വാസം. എന്നൊരു പ്രദേശവാസി തന്നെയാണ്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ഏറ്റവും നല്ല ഒരു അമ്പലമാണത്. ദേവൻ ഞങ്ങളെല്ലാവരും എപ്പോഴും അനുഗ്രഹിക്കാറുണ്ട്. ഇവിടെ പിന്നെ വളരെ ആഘോഷങ്ങളായിട്ടുള്ള പ്രോഗ്രാമൊന്നും നടത്താൻ പറ്റാറില്ല. വളരെ ശാന്ത സ്വരൂപമായിരിക്കുന്ന, തപസ്സിലിരിക്കുന്ന ശിവൻ എന്നാണ് ഞങ്ങൾ ചെറുപ്പത്തിലോട്ടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ഇവിടെ പ്രാർത്ഥിച്ച് നടക്കാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ പറ്റിയൊരു കാര്യമുണ്ടോ? ഞങ്ങള് ഒരുപാട് കാലം പുറത്ത് മദ്രാസിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിച്ച് ഇപ്പൊ ഞങ്ങളെ ഭഗവാൻ വീണ്ടും കാലിന്റെ ചുവട്ടത്തിനെ കൊടുന്ന് സന്തോഷമായിട്ട്, വളരെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. ഞാന് ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കാനും എല്ലാത്തിനും സാധിച്ചു. അത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണത്. സ്ഥിരം മാസത്തിലൊരിക്കല് പലപ്പോഴും വരാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ സ്ഥിരമായി വന്നിരുന്ന അമ്പലമാണ്. പിന്നെ ഞങ്ങൾ ഈ വരവിന്റെ യാത്രയുടെ ബുദ്ധിമുട്ട് കാരണം കുറച്ച് മാസത്തിലൊരിക്കല് വരാറുണ്ട്.